സോ ഇതാണ് റിയൽമിയുടെ ലേറ്റസ്റ്റ് റിയൽമി 15 Pro. നല്ലൊരു ഒരു പർപ്പിൾ കളറിലാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമായിരിക്കും, ബ്രോ 15 Pro പ്ലസ് എവിടെ? ഞാൻ റിയൽമിയോട് ചോദിച്ചിരുന്നു. അവർ പറഞ്ഞു ഭാവിയിൽ വരാതിരിക്കാം, അല്ലെങ്കിൽ വന്നേക്കാം. ഇതെന്താ മഴയോ? ഈ വീഡിയോയുടെ അവസാനം ഞാൻ ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഫോണിനെ കുറിച്ചും. പിന്നെ ഇൻ ജനറൽ മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈസിങ് കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ടോക്ക് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. വെറുതെ വെയിറ്റ് ചെയ്ത് മുഷിയേണ്ട. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് ഓഫേഴ്സും ഡീൽസിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. കൂടുതൽ സമയം വേസ്റ്റ് ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സിൽ ഒബ്വിയസ്ലി ഫോൺ ഉണ്ടാവില്ല. സോ ഫോൺ ഉണ്ട്, TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. സോ ഈ ഒരു ഫോൺ 3 കളർ ഓപ്ഷൻസിലാണ് വരുന്നത്. ഇതാണ് പർപ്പിൾ. പിന്നെ ഒരു ഗ്രീൻ ഓപ്ഷൻ ഉണ്ട്, അത് വീഗൻ ലെതർ ഫിനിഷ് ഉണ്ട്. സോ നിങ്ങൾക്ക് വീഗൻ ലെതറിൽ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ നോക്കാം. പിന്നെ ഒരു സിൽവർ ഓപ്ഷൻ ഉണ്ട്, അതും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എനിവേ കംപ്ലീറ്റ്ലി പോളി കാർബണേറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിൽഡിലാണ് വരുന്നത്. 7.69 mm ആണ് തിക്നെസ്, 187 gram ആണ് വെയിറ്റ്. സോ ഈ ഫോണിൽ വരുന്ന ബ്രഹ്മാണ്ഡ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററിയെ കുറിച്ച് ഞാൻ സംസാരിക്കാം. ആ ബാറ്ററിയുമായി വരുന്ന ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോണാണ്. എനിവേ ചുറ്റുമുള്ള ഫ്രെയിം ഫ്ലാറ്റ് ആണ്, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നും കർവ് വരുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റും ആണ്. IP69 റേറ്റിംഗുമായാണ് വരുന്നത്. പിന്നെ ബാക്കിൽ ഇവിടെയായിട്ട് ഈ ഒരു ക്യാമറ മോഡ്യൂൾ കണ്ടോ, അതിന് ചുറ്റും ഒരു ലൈറ്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. പൾസ് ലൈറ്റ് എന്നാണ് റിയൽമി പറയുന്നത്. നമ്മുടെ വിവോ ഫോൺസിൽ അറിയാലോ, ഒരു സ്റ്റുഡിയോ ഓറ ലൈറ്റ് ഒക്കെ വരാറുണ്ട്. അത്രയും ഭയങ്കര ലൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ, സോ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ക്യാമറയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ സംവിധാനമുണ്ട്. അത് ഞാൻ ക്യാമറ സെഗ്മെന്റിൽ ഷെയർ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അറിയാലോ, ഇൻകമിംഗ് കോൾ നോട്ടിഫിക്കേഷൻസ്, അലാറം അടിക്കുമ്പോഴും ചാർജ് ചെയ്യുമ്പോഴും. എനിവേ ഫോണിന്റെ ഫ്രണ്ടിൽ നല്ല മുട്ടൻ കർവ് ഉള്ള, അതായത് 4D കർവ് എന്നൊക്കെ പറയാറുണ്ട്, മുട്ടൻ കർവ് ഉള്ള ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 6.8 ഇഞ്ച് സൈസ് ഉള്ള 144 Hz റിഫ്രഷ് റേറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്ന 1.5K റെസൊല്യൂഷൻ ഉള്ള AMOLED ഡിസ്പ്ലേ ആണ്. 144 Hz എന്ന് പറയുന്നുണ്ടെങ്കിലും അറിയാലോ, 144 Hz സോഫ്റ്റ്വെയറിൽ കിട്ടൂല. അവിടെ മാക്സിമം 120 Hz കിട്ടുള്ളൂ. പക്ഷേ 144 Hz സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഗെയിം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 144 FPS കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, ഭയങ്കര മിനിമം ബെസൽസ് ആണ്. ക്ലോസ് ടു 94% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ. സോ ഒരു സംശയം വേണ്ട, വളരെ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. നെറ്റ്ഫ്ലിക്സിലും ആ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ മീഡിയ കൺസംഷന് വേണ്ടി യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും മൂവീസ്, TV ഷോ കാണാൻ വേണ്ടി നല്ല ഡിസ്പ്ലേ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കർവ് ഡിസ്പ്ലേസ് ഇഷ്ടമാണെങ്കിൽ. 6500 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. ഈ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അറിയാലോ, HBM ബ്രൈറ്റ്നസ് ആണ് മെയിൻ. അതും ഇവിടെ അത്യാവശ്യമുണ്ട്. 1800 നിറ്റ്സ് ആണ് HBM ബ്രൈറ്റ്നസ്. ഞാൻ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇവൻ മാപ്പും എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വളരെ ഈസിലി ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്, നല്ല വെട്ടമുണ്ടെങ്കിൽ. പിന്നെ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കുറയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, PWM ഡിമ്മിങ്, അതെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് സ്ക്രീൻ പ്രൊട്ടക്ടറുമായാണ് വരുന്നത്. അത്യാവശ്യം ഡീസന്റ് പെർഫോമൻസ് ഉള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ 300% വരെ കൂട്ടാൻ പറ്റും. 300%ലേക്ക് കൊണ്ടുപോകുമ്പോൾ ചെറിയ ആ ട്രെബിൾ ഭയങ്കരമായിട്ട് അടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, 7000 mAh ബ്രഹ്മാണ്ഡ ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ടെസ്റ്റിങ്ങിലൊക്കെ ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കും കിട്ടും. ഈവൻ ഹെവി യൂസ് ആണെങ്കിലും ഒരു ദിവസത്തിന് അപ്പുറത്തേക്കുള്ള ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിന് ഈസിലി തരാൻ പറ്റും. നൈസ് ആണല്ലേ, സിലിക്കൺ കാർബൺ ബാറ്ററി ഒക്കെ വന്നതുകൊണ്ട് ഭയാനകമായ ബാറ്ററി ബാക്കപ്പ് ഒക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ 80 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. 60-65 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 7 Gen 4 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. സോ റിയൽമി 14 Pro ഉണ്ടായിരുന്ന ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു അപ്ഗ്രേഡ് ആണ്. ഈ ഫോൺ വരുന്നത് 30,000 rupees ആ പ്രൈസ് റേഞ്ചിലായിരിക്കും. ആ പ്രൈസ് റേഞ്ചിൽ ഈസിലി ഇതിനേക്കാളും മച്ച് ബെറ്റർ ചിപ്സെറ്റ് കിട്ടും. 8s Gen 3, 8s Gen 4 ഈ പറഞ്ഞ ചിപ്സെറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് ആണെന്ന് പറയാൻ പറ്റൂല. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ചിപ്സെറ്റ് ഫോർ ദ പ്രൈസ്. BGM ഇതാ കണ്ടില്ലേ, 90 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി FPS മീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. 85-90 FPS വരെ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഏറ്റവും മികച്ച ഗെയിമിംഗ് പെർഫോമൻസ് അല്ല പ്രൈസിന്, പക്ഷേ ഇറ്റ്സ് ഗുഡ്. LPDDR4X ആണ് റാം, UFS 3.1 ആണ് സ്റ്റോറേജ്. 1 million മേളിലുള്ള AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി വെരി നൈസ്. ഈവൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റിലും ഗ്രീൻ ആണ് കിട്ടിയത് ഗ്രാഫ്. സോ അത്യാവശ്യം സ്റ്റേബിളും പിന്നെ ഒരുപാട് ഹീറ്റ് ആവാത്തൊരു ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം വലിയ സൈസുള്ള വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഹീറ്റിംഗ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. Android 15 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി 6.0 ആണ് വരുന്നത്. അറിയാലോ, റിയൽമിയുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പണ്ടേ ഷെയർ ചെയ്തിട്ടുണ്ട്.
കളർ വോയിസുമായിട്ട് സാമ്യമുള്ള അല്ലെങ്കിൽ ആക്ച്വലി കളർ വോയിസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ആനിമേഷൻസ് കാര്യങ്ങളൊക്കെ നൈസ് ആണ്. അങ്ങനെ വലിയ സ്റ്റക്കും ലാഗൊന്നും ഞാൻ ഇതുവരെ നോട്ടീസ് ചെയ്തില്ല. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇവിടെ കിട്ടും. പിന്നെ ആപ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ ആ ബ്ലോക്ക് ബ്ലാസ്റ്റ് ഗെയിം ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് ഡിലീറ്റ് ചെയ്തേക്കും. പിന്നെ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിസേബിൾ ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഡിസേബിൾ ചെയ്തേക്കും. ഓക്കെ, പിന്നെ സർക്കിൾ ടു സെർച്ച് ആണെങ്കിലും ഗൂഗിൾ ജെമിനി ആണെങ്കിലും AI സ്ക്രീൻ ട്രാൻസ്ലേറ്റ്, പിന്നെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് തരുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് തരുന്ന AI ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഫോണിൽ റിയൽമി കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ SD കാർഡ് ഇടാൻ പറ്റൂല. Wi-Fi 6, Bluetooth 5.4, IR ബ്ലാസ്റ്റർ ഉണ്ട്. കൊടുത്തിരിക്കുന്ന ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. NFC വരുന്നില്ല. പിന്നെ എനിക്ക് സർപ്രൈസിംഗ് ആയിട്ട് തോന്നി ഹാപ്റ്റിക്സ് വളരെ ആവറേജ് ആണ്. ആ ഒരു ജിങ് വൈബ്രേഷൻ ഹാപ്റ്റിക്സ് ആണ് ഈ പ്രൈസിലും റിയൽമി തന്നിരിക്കുന്നത്. ഓക്കെ, സോ വളരെ ആവറേജ് ഒരു ടൈപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബാക്കി 5G കാര്യങ്ങളും റിസപ്ഷനും ഡൗൺലോഡ് സ്പീഡും ഇയർ പീസ് ക്വാളിറ്റി ഒക്കെ നല്ലതായിരുന്നു. പിന്നെ VUNR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 മെഗാ പിക്സൽ പ്ലസ് 50 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ബാക്കിലും റിയൽമിയുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് പറയുന്നത്. അത് ലേശം മിസ്ലീഡിംഗ് ആണ്. പ്രത്യേകിച്ചും ഇവിടെ ഡമ്മി ക്യാമറ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്താണ് IR ബ്ലാസ്റ്റർ. സോ അങ്ങനെ നോക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും 3 ക്യാമറ ഉണ്ടെന്ന്. 3 അല്ല, ബാക്കിൽ 2 ക്യാമറയാണ്. ടെക്നിക്കലി 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറയാണ്. കാരണം ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിതാണ്. ഓവറോൾ ക്യാമറ പെർഫോമൻസ് നല്ലതാണ്. ഞാൻ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നോക്കി എൻ്റെ ഒരു ഫീഡ്ബാക്ക് ഞാൻ തരാം. അപ്പോൾ അൾട്രാ വൈഡിലേക്ക് മാറുമ്പോഴും അങ്ങനെ വലിയ കളർ ഷിഫ്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, ആ കളേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ആ HDR കണ്ടില്ലേ, സ്കൈ ഒക്കെ നല്ല ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട് അൾട്രാ വൈഡ് ഫോട്ടോസിലും. സോ ദാറ്റ് ഇസ് ആക്ച്വലി നൈസ്. സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നല്ല സ്കിൻ ടോണുള്ള സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിലുള്ള കട്ടൗട്ട് കാര്യങ്ങൾ, എൻ്റെ മുടി കണ്ടില്ല ഇങ്ങനെ അങ്ങ് ചെതറിയിരിക്കുന്നത്. പക്ഷേ ആ മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോണിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് കട്ടൗട്ട് എടുക്കുന്നുണ്ട് സെൽഫി ഫോട്ടോസിൽ. കുറച്ച് ബ്രൈറ്റ് സെൽഫീസ് ആണ് എടുത്തു തരുന്നത്. പക്ഷേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ചെടികളുടെയും പൂക്കളുടെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല വൈബ്രന്റ് ഫോട്ടോസ്, നല്ല കളർഫുൾ ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഓക്കെ, പിന്നെ 1x and 2x മോഡിൽ നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ടെലിഫോട്ടോ ക്യാമറ ഒന്നും പ്രോ വെർഷനിൽ വരാറില്ല, ഇത്തവണ വന്നിട്ടില്ല. പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ നല്ലതാണ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ ചില നൈറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. നൈറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഫോർ ദ പ്രൈസ് ഐ തിങ്ക് നൈറ്റ് ഫോട്ടോസ് ആർ ഓക്കെ, വലിയ കംപ്ലയിൻസ് ഇല്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറ ആൻഡ് ഫ്രണ്ട് ക്യാമറ, ആക്ച്വലി 3 ക്യാമറകളുണ്ടല്ലോ, 1, 2, 3. ഈ 3 ക്യാമറാസ് വെച്ച് നമുക്ക് 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഈവൻ സ്കിൻ ടോണും നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്, നല്ലതാണ്. വീഡിയോ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു മെയിൻ ക്യാമറ വെച്ച്. പിന്നെ സെൽഫി ക്യാമറ വീഡിയോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യാം. സോ ഇതാണ് റിയൽമി 15 പ്രോയുടെ സെൽഫി വീഡിയോ പെർഫോമൻസ്. നമുക്ക് 4K 60 FPS വരെ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് നൈസ് ആക്ച്വലി. സോ അതും വിത്ത് സ്റ്റെബിലൈസേഷൻ ആണ്. കണ്ടില്ലേ, വലിയ ഷേക്ക് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് 1080p റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അതായത് കണ്ടില്ലേ, നമ്മുടെ ഓറ ലൈറ്റ് പോലുള്ളൊരു സെറ്റപ്പ് ആണ്. ഓറ ലൈറ്റിൽ റിംഗ് ആയിരിക്കും. ഇവിടെ ഡ്യുവൽ ഫ്ലാഷ് വരുന്നുണ്ട്. ഒരു ഫ്ലാഷ് കൂളും മറ്റേ ഫ്ലാഷും വാമാണ്. സോ ഇതിൻ്റെ മിക്സ്ചർ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും വാംത്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഓട്ടോ മോഡിൽ ഇടാം. ആ സെയിം ഓറ ലൈറ്റിൻ്റെ ആ സെയിം ഒരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അതായത് ഇരുട്ടുള്ള സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെട്ടമുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഒരു AI പാർട്ടി മോഡ് എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. റിയൽമി അതിന് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് ഓക്കെ, നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയിൽ എവിടെയെങ്കിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ സ്പാർക്കിളൊക്കെ കാണിക്കും. സോ നിങ്ങൾ ഭയങ്കര പാർട്ടി വൈബ് സെറ്റപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും പാർട്ടി വൈബിങ് ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ സിമ്പിൾ ഫോട്ടോസിൽ ഷെയർ ചെയ്യാം. ഇതാണ് സംഭവം. സോ അവിടെ സ്റ്റാറൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ വേണമെങ്കിൽ ഹാർട്ട് ഡിസൈനൊക്കെ ആക്കാൻ പറ്റും. പിന്നെ ഒരു AI എഡിറ്റ് ജീനി എന്നൊരു ഫീച്ചർ ഉണ്ട്. അത് ഇറ്റ്സ് നൈസ് ആക്ച്വലി. നമ്മൾ ഈ AI എഡിറ്റ് ഒക്കെ ചെയ്യാമല്ലോ, തലയിൽ തൊപ്പി ഇടും അല്ലെങ്കിൽ കണ്ണട ചേർക്കും AI ഉപയോഗിച്ചിട്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ഉണ്ട് സംഭവം. ആ സെയിം സംഭവം നമുക്ക് ഇവിടെ ഫോണിൽ ചെയ്യാൻ പറ്റും. എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ വോയിസ് കമാൻഡ് കൊടുത്തിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബാക്കിൽ എനിക്ക് വേണമെങ്കിൽ നല്ല സ്പോർട്സ് കാറൊക്കെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ അറിയാം ആ സംഭവം. AI എഡിറ്റിംഗ് സംഭവം നമുക്ക് വോയിസ് കമാൻഡിലൂടെ ചെയ്യാൻ പറ്റും. പിന്നെ ലാൻഡ്സ്കേപ്പ് ഫോട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും അൾട്രാവൈഡ് ഫോട്ടോ എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റി നമുക്ക് തോന്നൂല മെയിൻ ക്യാമറയുടെ അത്രയും. സോ അവിടെ ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ഈ AI ലാൻഡ്സ്കേപ്പ് ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. രാത്രി ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ലൈറ്റിൽ നിന്ന് ഗ്ലെയർ റിമൂവ് ചെയ്ത് തരുന്ന AI ഗ്ലെയർ റിമൂവർ, AI ഇറേസർ, AI അൾട്രാ ക്ലാരിറ്റി, റിഫ്ലക്ഷൻ റിമൂവർ, ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഫോണിൻ്റെ എക്സാക്ട് പ്രൈസ് എനിക്ക് അറിയില്ല. റിയൽമി ഈ ലോഞ്ചിന് മുന്നേ പ്രൈസ് ഒന്നും അറിയിക്കാറില്ല. എനിക്ക് തോന്നുന്നു ആസ് പെർ ലീക്സ് ആൻഡ് റൂമേഴ്സ് 30 രൂപയുടെ താഴെ വരും. ഓഫറൊക്കെ ചേർത്ത് ഒരു 29-28 രൂപയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. പ്രോ നോർമലി 25,000 രൂപയുടെ താഴെയും, കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു. പ്രോ 25,000 രൂപയുടെ താഴെയും പിന്നെ പ്രോ പ്ലസ് 30,000 രൂപയുടെ താഴെയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഓഫറൊക്കെ ചേർത്ത്. പ്രോ പ്ലസിൽ നല്ല ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെയും ക്യാമറ പെർഫോമൻസ് ഓക്കെയാണ്.
പക്ഷേ പ്രോ പ്ലസ്സിൽ ആ ഒരു 3x ടെലിഫോട്ടോ ക്യാമറ ഉണ്ടായിരുന്നു. അത് വെച്ച് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ 30,000 റുപ്പീസിൻ്റെ താഴെ എന്ന് പറയുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെൻ്റ് ആണ്. ഇപ്പോൾ ഓൾറൗണ്ട് ഫോൺ നോക്കുകയാണെങ്കിൽ മോട്ടറോളയുടെ ഫോണുണ്ട്, ഈവൻ ഇപ്പം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത OnePlus Nord 5 ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഇനി പെർഫോമൻസ് വേണമെങ്കിൽ പോക്കോ F7 ഉണ്ട്, iQOO Neo 10R ഉണ്ട്, iQOO Neo 10 ഉണ്ട്. iQOO Neo 10 എന്ന് പറയുമ്പോൾ പെർഫോമൻസ് ആൻഡ് ഡീസെൻറ്റ് ക്യാമറാസ് അതിലും ഉണ്ട്. എനിക്ക് തോന്നുന്ന കമ്പനികൾ ഈ പ്രോ വേരിയൻ്റ് എടുത്ത് മാറ്റിയിട്ട്, അപ്പോൾ അതായത് ഇപ്പം V50 വന്നല്ലോ, Vivo V50 അതിൽ ഇത്തവണ പ്രോ വന്നില്ല, എന്നിട്ട് V50 പ്രോയിൻ്റെ ആ ഒരു ഏകദേശം പ്രൈസിലാണ് ഇറക്കിയത്. ഇപ്പോൾ റിയൽമി അത് തന്നെയാണ് ചെയ്യുന്നത്. റിയൽമി 15 ഉണ്ടായിരുന്നല്ലോ, റിയൽമി 15 ഇപ്പം പണ്ടത്തെ റിയൽമി 14 പ്രോയുടെ പ്രൈസിലും ഈ റിയൽമി 15 പ്രോ കഴിഞ്ഞ റിയൽമി 14 പ്രോ പ്ലസിൻ്റെ പ്രൈസിലാണ് ഇറക്കുന്നത്. സോ പ്രൈസൊക്കെ കൂടി. സോ ഈ 30,000 റുപ്പീസിൻ്റെ താഴെയുള്ള ബെസ്റ്റ് ഫോൺസിൻ്റെ വീഡിയോ ഞാൻ നോർമലി ആ പ്രൈസ് റേഞ്ച് തൊടാറില്ല, പക്ഷേ നിങ്ങൾക്ക് ആ 30,000 റുപ്പീസിന് താഴെയുള്ള ബെസ്റ്റ് ഫോൺസിൻ്റെ വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക, ചെയ്യാം. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.